എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹ്യൂമൻ ആണ്. അപ്പോൾ ഹ്യൂമൻ്റെ വർക്ക്സ് എങ്ങനെ ഈസി ആക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ എങ്ങനെ വെറുതെ ഇരുന്ന് ക്യാഷ് വാങ്ങിക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ്റെ ഒരു സെർവൻ്റ് ആയിട്ട് എഐനെ അല്ലെങ്കിൽ നമുക്ക് റോബോട്ട്സിനെ കാണാം. അപ്പോൾ ഹ്യൂമൻ വാല്യൂസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മുടെ വർക്ക്, നമ്മുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈസി ആക്കാൻ വേണ്ടി ആയിരിക്കണം എഐ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ എഐ ആണ് ഭാവി ഫ്യൂച്ചർ എങ്കിലും നമ്മൾ കുറേ റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതായത് ഹ്യൂമന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എഐ റോബോട്ടിനെ നമ്മൾ നമ്മുടെ നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ സെർവൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയുള്ള റൂൾസ്, ബാക്കി കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഒരിക്കലും എഐ നമ്മുടെ തലയുടെ മുകളിലായിരിക്കരുത്. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെർവൻ്റ് ആയിട്ട് മാത്രമേ എഐ വരാൻ പാടുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് എഐ ചെയ്യുന്നത്. പകരം അത് ഹ്യൂമൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാനുവൽ ആയിട്ടുള്ള കോഴ്സൊക്കെ എഐ ചെയ്യുകയാണെങ്കിൽ ഹ്യൂമന് കുറച്ചും കൂടി അതായത് നല്ല ഈസി ആയിട്ട് നല്ല റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു എഐ യുഗമായിരിക്കണം നമ്മൾ മുന്നിൽ കാണേണ്ടത്.